ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ആശാ ബിനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതായത് എല്ലാവരും ചോദിക്കാറുള്ള, എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ള ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2023 ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പദ്ധതികളും ഒക്കെ ഒരുമിച്ച് അങ്ങ് പഠിച്ചു പോകാം. അപ്പം ഇന്നത്തെ പാർട്ടിൽ ആദ്യമായിട്ട് കേരളവുമായി ബന്ധപ്പെട്ട സ്കീംസ് ആണ് അല്ലെങ്കിൽ പദ്ധതികളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു പദ്ധതി പഠിക്കുമ്പം എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. അശ്വമേധം എന്ന് പറയുന്ന ഒരു പദ്ധതി, അതായത് ദേശീയ കുഷ്ഠരോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് കുഷ്ഠരോഗ നിർണയത്തിന് വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാണ് അത് നിർണയിക്കാൻ വേണ്ടി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി. അപ്പൊ നോക്കിക്കേ, അവിടെ ഒരു ചോദ്യം, നിർണയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഒരു അസുഖം അവിടെ എന്താണ് നിർണയിക്കുകയാണ്. അത് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആക്കുമ്പം നമ്മൾ ചിലപ്പം ഇങ്ങനെയൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പോയിന്റ് ആണെന്ന് വെച്ചോ കുഷ്ഠരോഗ നിർണയം. അടുത്തത് എന്താണ്, ആര് കൊണ്ടുവന്നു ഈ പദ്ധതി, ആരുടെയാണ് ഈ പദ്ധതി? കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ്. ഓക്കെ, അപ്പൊ ആരോഗ്യ വകുപ്പിനെ പറ്റി നമുക്കറിയാം, മന്ത്രിനെ അറിയാം അല്ലെ. ഇനിയും അടുത്ത പോയിന്റ് വെച്ചേ, നോക്കിക്കേ, എന്താ ഇതിന്റെ പ്രത്യേകത? ഗൃഹ സന്ദർശനം, വീട് സന്ദർശിക്കുകയാണ്. എങ്ങനെ? സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ എങ്ങനെ കണ്ടുപിടിക്കും? വീടുകളിൽ ചെന്ന് കണ്ടുപിടിച്ച് രോഗനിർണയം നടത്തി അവർക്ക് അത് ചികിത്സ കൊടുക്കുക. അതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും കേരളത്തിൽ 10,000-ൽ 0.13 എന്ന നിരക്കിൽ കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം നോക്കിക്കേ, ഇതും ഒരു കണക്കാണ്. 10,000-ൽ 0.13 എന്താണ്? 0.13 പോയിന്റ്. കേരളത്തിൽ എത്രയാണ്? 10,000-ൽ 0.13. ചെറിയ ചെറിയ ഫാക്ട്സ് ആണ്, പക്ഷെ പലപ്പോഴും ഈ ഫാക്ട്സ് ഒക്കെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ്. ഇതൊക്കെ ചോദിക്കും, ഇതൊക്കെ എങ്ങനെയാണ്? അപ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. ഒരൊറ്റ ചോദ്യമാണെങ്കിൽ അശ്വമേധം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല അല്ലേ. അപ്പൊ നോക്കിയേ, അടുത്ത പോയിന്റ് എന്താണ്? സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പൂർണ്ണമായും ഇതിന്റെ ചികിത്സ എന്താണ്? സൗജന്യമാണ്. എന്താണ്? സൗജന്യമാണ്. ഇനി നമ്മൾ 2 GK നിങ്ങൾ പണ്ട് പഠിച്ചത്, കുഷ്ഠരോഗം പകരുന്നത് എന്തിലൂടെയാണ്? വായുവിലൂടെയാണ് അല്ലേ. ബാക്ടീരിയം ലെപ്രേ ഇല്ലേ, മൈക്കോബാക്ടീരിയം ലെപ്രേ എന്ന ബാക്ടീരിയ. അപ്പൊ അവിടെ ചോദിക്കും, ഇത് ഏത് മീഡിയയിൽ കൂടെ പകരുന്നു? ആ ബാക്ടീരിയയുടെ പേരെന്താണ്? ഇനിയും ഈ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അതെ, ഈ രോഗം എന്താണ്? പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ എന്തൊക്കെ പോയിന്റ്സ് പഠിച്ചു? നമുക്കറിയാം, ഗ്രഹപരിശോധന എന്ന് പറയുന്ന വളരെ വീടുകളിൽ ചെല്ലുന്നു, അതിൻ്റെ പരിശോധനയാണ്. അതോടൊപ്പം തന്നെ നോക്കിക്കോ, ഈ ക്യാമ്പയിനിൻ്റെ ഒരു കണക്കുണ്ട്, 0.13. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 10,000-ൽ 0.13 എന്നുള്ളത്. സോ നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഇപ്പം തന്നെ എല്ലാവരും പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. അടുത്ത പോർഷൻ എന്താണ്? അങ്കണം. കേട്ടിട്ടുള്ളതാണ് അങ്കണം അല്ലെ. എന്താണ് അങ്കണം? ആ പേരിൽ തന്നെയുണ്ട്, അങ്കനവാടി അല്ലെ. കേരളത്തിലെ അങ്കനവാടി ജീവനക്കാർക്ക്, ഏത് ജീവനക്കാർക്കാ? അങ്കനവാടി ജീവനക്കാർക്ക് എന്ത് കൊടുക്കുകയാണ്? ആക്സിഡന്റ് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്ന എന്താണ്? സംസ്ഥാന സർക്കാർ പദ്ധതി. എന്തൊക്കെ ഉറപ്പുവരുത്തും? ഏത് ഇൻഷുറൻസാ? ആക്സിഡന്റ്, ലൈഫ് ഇൻഷുറൻസ് അല്ലെ. ഇവ ഉറപ്പുവരുത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേരാണ് അങ്കണം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കോളൂ, ഇതില് വാർഷിക പ്രീമിയം ഉണ്ട്. വാർഷിക ഇയർലി നമ്മൾ എത്ര രൂപയാ? അതിന്റെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് 360 rupees ആണ്. എന്താണ്? 360 rupees ആണ്. ഇനിയും അപകട മരണത്തിനാണെങ്കിൽ അത് 2 lakhs ആണ്. എന്താണ്? അപകട മരണത്തിന് എന്താണ്? 2 lakhs. ആത്മഹത്യ അല്ലാതെ മരിക്കുകയാണെങ്കിൽ
ആത്മഹത്യ അല്ലാതുള്ള മറ്റു മരണങ്ങൾക്ക് എത്ര രൂപയാണ്? 1 lakhs ആണ് ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അങ്കണം? അംഗനവാടി ജീവനക്കാർക്കുള്ളതാണ്. അവിടെ എന്താണ് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസും ഉണ്ടോ? അങ്കണത്തിൽ എന്തൊക്കെ മെർജ് ചെയ്തിട്ടുണ്ട്? ആക്സിഡന്റൽ ഇൻഷുറൻസും ഉണ്ട്, ലൈഫ് ഇൻഷുറൻസും ഉണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ ഇൻഷുറൻസ് പദ്ധതിയിൽ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പഠിക്കുക. ആക്സിഡന്റ് ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ക്ലിയർ ആയോ പദ്ധതി? ക്ലിയർ ആണ്. അടുത്ത പദ്ധതിയെ പറ്റി നോക്കാം. അടുത്ത പദ്ധതി എന്താ? വായിച്ചു നോക്കിക്കേ. തൊഴിലരങ്ങത്തേക്ക്. തൊഴിലരങ്ങത്തേക്ക് ഇപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അടുത്ത പദ്ധതി എന്ന് പറയും. അടുത്ത പദ്ധതി ആ പേര് തന്നെ അറിയണം അല്ലേ? ആര് കൊണ്ടുവരുന്നു പദ്ധതി? കുടുംബശ്രീ ഉണ്ട്. കുടുംബശ്രീയുടെ കൂടെ ആരാ ഉള്ളത്? കേരള നോളജ് എക്കണോമിക് മിഷൻ അല്ലേ? കേരള നോളജ് എക്കണോമിക് മിഷൻ. കേരള നോളജ് എക്കണോമിക് മിഷൻ എന്ന് പറയുന്നതും കൂടെ സംയുക്തമായിട്ട് കൊണ്ടുവരുന്നതാണ് എന്ത് പദ്ധതി എന്ന് പറയുന്നത്? തൊഴിലരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? കേരള നോളജ് എക്കണോമിക് മിഷനും കൂടെ. അതായത് ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നത്? നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ വനിതാ തൊഴിൽ മേളകൾ കണ്ടക്ട് ചെയ്യുക. അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്തത്. കുടുംബശ്രീയും ആരാ കൊണ്ടുവന്നത്? ഒരു ഏജൻസി ഉണ്ട്. ഏതാ? കേരള നോളജ് എക്കണോമിക് മിഷനും അല്ലേ? അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഈ സ്ത്രീകളുണ്ടല്ലോ, സ്ത്രീകൾക്ക് തൊഴിലന്വേഷകർക്ക് എന്താ ചെയ്തു കൊടുക്കുക? നോക്കിക്കോളൂ. കേരള അക്കാഡമി ഫോർ സ്കിൽ എക്സലൻസ്, അതായത് KESCയുടെ ഫുൾ ഫോമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അസാപ്പ് ഒക്കെ നമുക്കറിയാം, സ്കിൽ മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാം നൽകുന്നതാണ് ഈ അസാപ്പ് ഒക്കെ അല്ലേ? അപ്പം കേരള അക്കാഡമി ഓഫ് സ്കിൽ എക്സലൻസ് തുടങ്ങിയ ഏജൻസി വഴി എന്ത് കൊടുക്കും? പരിശീലനം നൽകും. മനസ്സിലായോ? 3 months പരിശീലനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പരിശീലനം, ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അങ്ങനെ പലവിധ ക്ലാസ്സുകൾ കൊടുക്കും. സ്കിൽസ്, DTP ഓപ്പറേറ്റർ. എന്തേ ഉള്ളൂ ഉദ്ദേശം? സ്ത്രീകളെ സജ്ജരാക്കുക. അപ്പോൾ അതിൻ്റെ ഏജൻസികളാണ് ഇവയൊക്കെ. ഓക്കെ. ഇനിയും ഇവിടെ ഈ ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്ന അതിൻ്റെ പ്രധാന ലക്ഷ്യം നിങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ സൃഷ്ടിക്കുക. അതായത് വേതനമൊക്കെ വേണം. വേതനം ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് അവസരങ്ങളാവത്തുള്ളൂ അല്ലേ? അതിനെന്താണ്? സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം. ഇവയൊക്കെ എന്താണ്? ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. സ്ത്രീകൾക്ക് തുല്യ അവസരം ലഭ്യമാക്കുക, സ്ത്രീകൾക്ക് സ്ത്രീ ശാക്തീകരണം, അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിനും. ഇതൊക്കെ അതിനു വേണ്ടിയുള്ള സർക്കാർ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? തൊഴിലരങ്ങത്തേക്ക്. അപ്പോൾ ഈ പദ്ധതികൾ പഠിപ്പിക്കുമ്പം ഞാനെപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിന്റ് പറഞ്ഞ് ഇതെന്തിനു വേണ്ടി എന്നുള്ള പഴയ PSയുടെ സ്ട്രക്ചറൊക്കെ അങ്ങ് മാറി. പദ്ധതികൾ പഠിക്കുമ്പം നിങ്ങൾ എപ്പോഴും, ഞാൻ എൻ്റെ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾ പദ്ധതികൾ പഠിക്കുമ്പം ആര് കൊണ്ടുവന്നതാണ്, അതിനൊരു നോഡൽ ഏജൻസി ഉണ്ടോ, അല്ലെങ്കിൽ അവയുടെ ഫങ്ഷൻസ് എന്താണ്, ആ ഒരു പദ്ധതി കൊണ്ട് എന്താണ് വിഭാവനം ചെയ്യുന്നത്. ഇനി അവിടെ എന്തെങ്കിലും എക്കണോമിക്സ്, ഇപ്പം നമ്മൾ പഠിച്ചതുപോലെ ഏതെങ്കിലും ഒരു ടാർജറ്റ് അല്ലെങ്കിൽ ഒരു കണക്കൊക്കെ പറയാനുണ്ടോ, അതൊക്കെ നോക്കണം. കാരണം ഡെപ്തിലാണ് ഇപ്പോൾ PSC ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഓക്കെ. ഇനിയും നോക്കിക്കോളൂ. അടുത്ത പദ്ധതി കാറ്റാടിയാണ്. അപ്പോൾ കാറ്റാടി എന്നുള്ളൊരു പദ്ധതി നോക്കിക്കേ. കാറ്റാടി എന്ന് പറയുന്ന പദ്ധതി എന്ന് പറയുന്നത് ആദിവാസി വിഭാഗത്തിന്. ഓക്കെ. അവിടെ ആദിവാസി വിഭാഗത്തിൽ വീണ്ടും സ്പെഷ്യലൈസ് ചെയ്യുകയാണ്. ആർക്കാണ്? ഭിന്നശേഷിക്കാര്. മനസ്സിലാവുന്നുണ്ടോ? ആദിവാസി വിഭാഗത്തിലെ ഭിന്നശേഷിക്കാർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്തണം. അപ്പൊ ആരാ ഈ പദ്ധതി കൊണ്ടുവരുന്നത്? സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്. മനസ്സിലായോ? പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് കൊണ്ടുവരുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? അവരുടെ ഒരു അപ്ലിഫ്റ്റ് ചെയ്യുക. അപ്പൊ എന്താണ് പക്ഷെ അവിടെ പ്രത്യേകത? ഭിന്നശേഷിക്കാർ അല്ലേ? ഇനിയും കാറ്റാടി, കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ് ഇതിൻ്റെ ഈ കാറ്റാടി എന്ന് പറയുന്ന പദ്ധതി അല്ലേ? കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്യുബേഷൻ ഇനിഷ്യേറ്റീവ് ആണ് ഈ പറയുന്ന കാറ്റാടി എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവരുന്നത് അല്ലേ? അപ്പം നോക്കിക്കോളൂ. കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്ലൂഷൻ
ഇനിഷ്യേറ്റീവ്, കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവിൻ്റെ നേതൃത്വത്തിൽ അതിലാണ് ഈ കാറ്റാടി എന്ന് പറയുന്ന പദ്ധതി വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എന്താണ് കൊടുക്കുന്നത്? ആധുനിക സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ആധുനിക സഹായ ഉപകരണങ്ങൾ കൊടുക്കുകയാണ്. സൗജന്യമായി വീൽ ചെയർ, ഹിയറിംഗ് എയ്ഡുകൾ, ഇവയൊക്കെ കൊടുക്കുന്നത് ഈ പ്രോഗ്രാമിലൂടെ ഭാഗമായിട്ടാണ്. ഇനിയും ചില സംഘടനകളുണ്ട്. കോഴിക്കോട് ഉള്ള CRC, യൂണിയൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇവയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് പറയാം. ഈ പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് വയനാട് ജില്ലയിലാണ്. അപ്പോൾ കാറ്റാടി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായി. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി, ആദിവാസികളുടെ ഇടയിലുള്ള ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സൗജന്യ ഹിയറിംഗ് എയ്ഡുകൾ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആധുനിക വീൽ ചെയറുകൾ, അങ്ങനെയുള്ള അമ്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്ന പദ്ധതിയാണ്. അവിടെ ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പദം എന്ന് പറയുന്നത് കേരള ആക്സിലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് എന്നുള്ളൊരു പദമാണ്. അടുത്തത് പഠിക്കേണ്ടത് വയനാട് ജില്ലയിലാണ് ആദ്യം പദ്ധതിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. യൂണിയൻ സർക്കാരിന് കീഴിൽ കോഴിക്കോട് ആസ്ഥാനമായിട്ടുള്ള ഒരു CRC എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് എന്ന് പറഞ്ഞു. ഇനിയും അടുത്ത പോയിന്റ് നോക്കിക്കേ, വർണ്ണകുടീരവും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ പഠിച്ച പദ്ധതിയാണ്. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഉയർത്തുക. ആ പ്രീ പ്രൈമറി സ്കൂളുകൾ, അതായത് നിലവിലുള്ള ഒരു 650 സ്കൂളുകളിലെ അവിടുത്തെ പ്രീ പ്രൈമറി സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പ്ലസ് സമഗ്ര ശിക്ഷ വകുപ്പ്, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, വർണ്ണകുടീരം. അപ്പൊ ആരൊക്കെയാണ്? വിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ അല്ലെ, പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന വർണ്ണകുടീരം എന്നുള്ള പദ്ധതി. ഇപ്പൊ നോക്കിക്കോളൂ, ആ പേരുകൾ: വിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷാ പദ്ധതി, ഇതൊക്കെ പഠിച്ചു വെക്കണം. ഇനി എന്തിനാണ് ഒരു പ്രത്യേകം കേരളം സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി? അപ്പൊ ചിലപ്പം ഇതായിരിക്കാം ഒരു ആഡ് ഓൺ പോയിന്റ് ആയിട്ട് ചോദിക്കുന്നത്. എന്തൊരു പദ്ധതിയിലാണ്? കേരളം സ്റ്റാർട്ടിലാണോ സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതി, കേരളം സ്റ്റാർസ് എന്ന് പറയുന്ന പദ്ധതിയിലാണ് ഈ ഒരു ക്യാമ്പയിൻ പെടുത്തിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞു 650-ലധികം സ്കൂളുകളിലുണ്ട്. ഇനി നോക്കിക്കേ, വീണ്ടും സ്കൂളുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു പദ്ധതി പറയാം. കാരണം ഇപ്പൊ LPSA UPSAക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളായിക്കോട്ടെ, ആ ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, ഈ എക്സാമിന് ഞങ്ങളുടെ കറണ്ട് അഫയേഴ്സ് എന്തായിരിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പഠിച്ചു വെക്കണം. സ്കൂളുകളിൽ കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താ കാര്യം എന്നുള്ളത്, സ്കൂളുകളുമായി ബന്ധപ്പെട്ട പദ്ധതികളായിരിക്കാം കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരാറുള്ളത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ആദ്യത്തെ പദ്ധതി, രണ്ടാമത്തെ പദ്ധതിയൊക്കെ നമ്മൾ അവിടെ തന്നെയാണ് പറഞ്ഞത്. ഈ മുറ്റം എന്ന് പറയുന്ന ഒരു പദ്ധതി 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡിജിറ്റൽ നിരക്ഷരരെ കണ്ടെത്തി. അപ്പം ഏജ് പറയുന്നുണ്ട് 15 വയസ്സ് അല്ലേ, അവർക്ക് ക്ലാസ് നൽകി സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ ആര് കൊണ്ടുവരുന്നതാണ്? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന എന്ത് ക്യാമ്പയിനാണിത്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. അപ്പോൾ 15 വയസ്സിന് മുകളിലുള്ള നിരക്ഷരരായിട്ടുള്ള ആൾക്കാരെ, എന്തിൽ നിരക്ഷരരായിരിക്കണം? അവര് ഡിജിറ്റൽ നിരക്ഷരരായിരിക്കണം. അവർക്ക് എന്ത് കൊടുക്കുകയാണ്? സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഭാഗമായിട്ട് അവരുടെ നേതൃത്വത്തിൽ ആര് കൊടുക്കുന്നു? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ആരംഭിക്കുന്ന അങ്ങനെ ഒരു ക്യാമ്പയിനാണിത് അല്ലേ. ഈ പദ്ധതി ആദ്യം കണ്ണൂർ ജില്ലയിലാണ് വന്നത്. കണ്ണൂർ ജില്ലയിലെ കതിരൂർ പഞ്ചായത്തിലാണ് ഈ പദ്ധതി ആദ്യമായിട്ട് നിലവിൽ വന്നത്. ക്ലിയർ ആണല്ലോ. ഈ പദ്ധതി ആദ്യമായിട്ട് നിലവിൽ വന്നത് കണ്ണൂരെ കതിരൂർ അല്ലേ. നോക്കിക്കോളൂ, കണ്ണൂരെ കതിരൂരിൽ. ഇനിയും ജ്വാല എന്താ? സംസ്ഥാന പോലീസിന്റെ കമ്മ്യൂണിറ്റി പോലീസ് സംരംഭമായ, അറിയാം നമുക്ക് കമ്മ്യൂണിറ്റി പോലീസ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ഇവയുടെയൊക്കെ. കമ്മ്യൂണിറ്റി പോലീസ് സംരംഭമായ ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ജ്വാല എന്ന പരിശീലന പരിപാടി ആരെയൊക്കെയാണ്? സ്ത്രീകളെയും കുട്ടികളെയും അവർക്കെതിരായ ഏതക്രമവും അതിക്രമങ്ങളും നേരിടാൻ തയ്യാറെടുക്കാൻ സഹായിക്കുന്നു. അപ്പൊ എന്തേ ഉള്ളു പദ്ധതി?
ജ്വാല ആരുടെ നേതൃത്വത്തിൽ? സംസ്ഥാന പോലീസിൻ്റെയാണ്. അവിടെ തന്നെ ആരെ പറയുന്നുണ്ട്? കമ്മ്യൂണിറ്റി പോലീസ് സംരംഭമായ ജനമൈത്രി സുരക്ഷാ പദ്ധതി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജ്വാല എന്നുള്ള ക്യാമ്പയിനിൽ എന്താണ് കൊടുക്കുന്നത്? സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കുന്നവരെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് അല്ലേ? ഇതിന് സ്വയം പ്രതിരോധ സാങ്കേതിക വിദ്യ, അവരെ സ്വയം പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ അവരെ പരിശീലനം നേടാനായിട്ട് ചിലപ്പോൾ 2 day വർക്ക്ഷോപ്പുകളൊക്കെയാണ്. ഓക്കെ, അതാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ജ്വാല എന്താണെന്ന് മനസ്സിലായി, ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പം ഇങ്ങനെ പദ്ധതി പഠിക്കുക. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് LDCക്കായാലും LPUPക്കായാലും അല്ലെങ്കിൽ നിങ്ങൾ എന്താ LGS പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് പ്രിപ്പറേഷനും ഇപ്പം വരുന്ന ഡിഗ്രി ലെവലിൽ ഡിഗ്രി ഉള്ള ആർക്കും ഇപ്പം ഒരു എക്സാം വിളിച്ചിട്ടുണ്ട്, LSDS എക്സാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഒരു ജോലിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി എന്നൊക്കെയുള്ള എക്സാം, അതൊക്കെ വിളിച്ചിരിക്കുകയാണ്. അതിൽ ഇത് പഠിക്കണം. ICDS അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാംസ് ഉണ്ട്, അവിടെ ഇത് ചോദിക്കും. പ്രീ പ്രൈമറി എക്സാം. അപ്പോൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, കേരളത്തിലെ പദ്ധതികളെ, ഇന്ത്യയിലെ പദ്ധതികളെ, പ്രത്യേകിച്ച് ആ പദ്ധതികളെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. പ്രീവിയസ് പദ്ധതികളും ഒക്കെ ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ കാണുക കേട്ടോ. യൂട്യൂബിൽ എൻ്റെ വീഡിയോസ് തന്നെയുണ്ട്. പദ്ധതികളെ പറ്റി ഓരോ പദ്ധതികളും അമെൻമെൻറ്റ് ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ വീഡിയോസ് സാധാരണ രീതിയിൽ വരാറുള്ളതാണ്. അപ്പം നോക്കിക്കോളൂ. LPUPയെ പറ്റി പിന്നെയും പറയുകയാണെങ്കിൽ ആ എക്സാം ഒരുപാട് പേരുടെ ഒരു സ്വപ്ന തുല്യമായ എക്സാമാണ്. ടീച്ചറാകുക എന്നുള്ള ഒരു സ്വപ്നത്തിലാണ് BEdനും TTCക്കും പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും പ്രശ്നം എന്താ വരുന്നത്? കേട്ടിട്ടൊരു വില്ലനായിട്ട് വരും. അല്ലെങ്കിൽ LPSA UPSA ഒക്കെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും നല്ല റാങ്കുകൾ ലഭിക്കത്തില്ല. ഈ നല്ല റാങ്കുകൾ ലഭിക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ് എടുക്കും, ആ കോച്ചിങ് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. പലപ്പോഴും പല കാര്യങ്ങൾ പഠിക്കും, റിവിഷൻ ഉണ്ടാവില്ല. അത് ഏതൊരു മത്സര പരീക്ഷയിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. LPSA UPSA ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എന്തുകൊണ്ടെന്ന് അറിയാം? ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നല്ലവണ്ണം പഠിക്കുക അല്ലേ? LDC ആയാലും LPUP ആയാലും LGS ആയാലും ഒരുപാട് അവസരങ്ങൾ ഇപ്പം വിളിച്ചിട്ടുണ്ട് അല്ലേ? ഈ എക്സാമിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഈ പോർഷൻ തന്നെ നിങ്ങൾക്ക് പല രീതിയിൽ പഠിക്കാൻ പറ്റും. ഒറ്റവാക്കിൽ പഠിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ബേസ് പഠിക്കാം. അപ്പോൾ ഇത് ഇത്രയും ഡെപ്തിൽ ഇതിനേക്കാളിലും ഡെപ്തിൽ ഞാൻ ഇതിൻ്റെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്കത് പ്രിപ്പയർ ചെയ്യാൻ സഹായകരമായ രീതിയിലാണ് എൻ്റെ ക്ലാസ്സുകൾ CCയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അവൈലബിൾ ആകുന്നത്. അപ്പം CCയുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഈ വക എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും CCയുടെ പുതിയ കോഴ്സ് LPSA UPSAക്ക് വരുന്നത് സ്പാർക്ക് എമ്മുമായിട്ടാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക? പുതിയ കോഴ്സൊക്കെ നമ്മുടെ ഈ സിലബസ് ബേസ് എന്തുകൊണ്ടാണ് യൂട്യൂബിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെയർ ക്ലാസ്സുകൾ ഞങ്ങൾ എവിടെയാണ് എടുത്തു കൊടുക്കുന്നത്? നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും? എക്സാംസ് ഒക്കെ എഴുതി മെൻറ്ററുടെ സപ്പോർട്ടോടുകൂടിയൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് റിസൾട്ടാണോ പ്രശ്നം? അതും ഉറപ്പാണ്. വെറുതെ ക്ലാസ് മാത്രമല്ല, റിസൾട്ട് ഉണ്ട് CCയിൽ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമാർച്ചെന്നോ, ഞങ്ങളിവിടെയുണ്ട്. പുതിയ വീഡിയോസുമായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പരിഗണിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.